മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് റമദാൻ 12 അല്ലേ? എത്ര വേഗം. അപ്പോൾ ഇന്ന് എനിക്ക് നോമ്പ് തുറക്കാൻ കൂടുതൽ ഐറ്റമൊന്നുമില്ല, നമ്മുടെ സിമ്പിൾ ഐറ്റം ദോശയാണ് കേട്ടോ. ദോശ ഞാൻ തന്നെ ആട്ടി, അരി ഉഴുന്നും ഞാൻ തന്നെ ആട്ടിയ മാവാണ്. നല്ല സോഫ്റ്റ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്തുകുട്ടിക്ക് ആദ്യം ചുട്ട് കൊടുത്തു 2 എണ്ണം. അവൾക്ക് ആദ്യം ഞാൻ കൊടുക്കും. സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അങ്കമാണ് കേട്ടോ. അവിടെ അങ്ക തുടങ്ങി കുറേ നേരമായി വന്നിട്ട് അങ്കമാണ് അവിടെ. അപ്പോൾ അതൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അവിടെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ദോശ ഉണ്ട്, പിന്നെ നമ്മൾ ചട്നി റെഡി കേട്ടോ. നമ്മൾ തേങ്ങാ ചട്നി, പിന്നെ നമ്മുടെ ഐറ്റം റിയാസ്കൻ്റെ ഐറ്റം ചമ്മന്തി കേട്ടോ. ഇതെങ്ങനെ അരയ്ക്കാമെന്നറിയാം, മൂടി ടൈറ്റാതെ തുറക്കാൻ മതി. ആ സമയത്ത് തുറക്കാമല്ലോ, നല്ല മണമൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ വലിയുള്ളിയും തക്കാളിയും കടുവും കറിവേപ്പിലേക്ക് പൊട്ടിച്ച് വണക്കാം കേട്ടോ. 2 പൂണ്ട് വെളുത്തുള്ളി ഇടാം. നിങ്ങളിങ്ങനെ ചമ്മന്തി അരച്ചില്ലെങ്കിൽ അരച്ച് നോക്കണം കേട്ടോ. വലിയുള്ളിയും തക്കാളിയും വെളിച്ചെണ്ണയിൽ വണക്കുക. 2 പൂണ്ട് വെളുത്തുള്ളി ഇടുക. പിന്നെ അതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇതായി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മുളക് പൊടി എരിവിന് ആവശ്യം നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മണങ്ങി ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ തിന്നും. അപ്പോൾ ഇത് നമ്മുടെ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സാധനം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള കഞ്ഞി, പള്ളിക്കഞ്ഞി. അപ്പോൾ ഇത്ര ഐറ്റം ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാൻ. പിന്നെ അപ്പം ഇന്ന് ഇത്തിരി ക്ഷീണമുണ്ട് കേട്ടോ. നോമ്പ് സമയമായിട്ടില്ല, 6 മണി ആവുന്നതേ ഉള്ളൂ. ഇനിയും സമയം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പം എണ്ണക്കടി വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആയില്ലേ എണ്ണക്കടയൊക്കെ കഴിച്ചിട്ട്. അല്ല, ഇന്നലെ നമ്മൾ കഴിച്ചൂലേ? ഇന്നലെ ഞാൻ കഴിച്ചില്ല, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ആദ്യം ഇപ്പോൾ കഴിക്കണില്ല. ഈ സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ കുറച്ച് നേരം നെറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് നോമ്പ് തുറക്കാൻ നിൽക്കണില്ല. ഇപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെയും ദുആയിലും പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തുക. ഒരു പുണ്യമാസമായിട്ട് നമുക്ക് ഇനിയുള്ള നോമ്പെല്ലാം എടുക്കാനും പഠിച്ചൻ തോഫിക്ക് നൽകട്ടെ, ആമീൻ. അതുമല്ല ഇപ്പം ഓരോ ദുബായിലൊക്കെ ഓരോ പ്രശ്നം നടക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് സങ്കടമാണ്. കാരണം നാടും വീടും വിട്ട് അവിടെ പോയിട്ട് അല്ലേ, വീട് പ്രശ്നിക്കാനേ ഒരാൾ വരട്ടോ. അപ്പോൾ ശരി എന്നാട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കും. അസ്സലാമു അലൈക്കും.